ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹാപ്പി ഈസ്റ്റർ എവ്രി വൺ. ഓക്കെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ മോളുടെ ഫസ്റ്റ് ഈസ്റ്ററാണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്നിപ്പോൾ ഒരൊറ്റ ഓഫ് കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഈസ്റ്ററിൻ്റെ ഇത് ചെയ്തിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. ആൻഡ് ഞങ്ങൾ ഇന്ന് കടയിൽ പോയപ്പം ഞങ്ങൾക്ക് നല്ല ഒരു വലിയ സാമൻ കിട്ടി കേട്ടോ. ഒരു ഫുൾ ഫിഷ് കിട്ടി. വോൾ സാമനാണത്. അപ്പം സാമൺ മീൻ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അപ്പം പൊതുവേ അങ്ങനെ സാമൺ അത്രയും ഒരു ഇതിൽ കിട്ടാറില്ല. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഈ ഒരു ഈസ്റ്ററൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല ഓഫർ പ്രൈസിലായിരുന്നു അത് കിട്ടിയത്. അതിൻ്റെ മട്ടൻ്റെ തൈസും അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു കേട്ടോ. എനിവേയ്സ് ഞങ്ങൾ ജസ്റ്റ് മീൻ മാത്രമാണ് വാങ്ങിച്ചത്. അപ്പം ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വോൾ സാമൻ എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിൻസ്ബറിയിലൊക്കെ എല്ലാ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ഇതുപോലെ സാമൻ മീൻ കിട്ടും കേട്ടോ. ശരിക്കും നല്ല ഫ്രഷ് സാമനാണ്. ഇത് കുറേ നേരമായി ഞാനിത് ഓപ്പൺ ചെയ്തത് ഐസൊന്ന് വിടാനായിട്ട്. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, ഒന്ന് മാറിയിട്ട് ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നിട്ടുള്ള എന്നാണെന്നറിയോ, ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്കതിൻ്റെ സ്കിന്ന് എടുക്കാൻ പറ്റും. അതാണ് എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇത് വിത്ത് സ്കിന്നോട് കൂടി ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ. അതുപോലെ ഇവിടെ കൂടുതലും ആൾക്കാർ ഈ സാമണ് കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാമൺ അങ്ങനെ കഴിക്കുന്നത്. അപ്പം സാമൺ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് ഇച്ചിരി ഫിഷ് ഫ്രൈക്കും കറിക്കുമായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം ജോലിക്ക് പോകുമ്പം ഇത് ഇച്ചിരി ഒന്ന് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു കാര്യങ്ങൾ ഈസി ആയിരിക്കും. അപ്പോൾ അത് ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വ്ലോഗിൽ ബാക്കി ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞാൻ കുറേ നാളായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒത്തിരി വീഡിയോസിൽ ഇങ്ങനെ കണ്ടു. തെമു നല്ലതാണ്, തെമു അത്യാവശ്യം ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ബാഡ് റിവ്യൂസ് ഉള്ളതുകൊണ്ട് നല്ലതുമുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ തെമുവിൽ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനമായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. അപ്പം ഞാനത് കാണിക്കാം, ഞാനത് വാങ്ങിച്ച എന്തൊക്കെയാണെന്നുള്ളത്. ഞാനതിനകത്ത് ജ്യൂസ് അടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാനതിന്ന് ജസ്റ്റ് ഓൺ ചെയ്തപ്പോഴത്തേക്കിനും നല്ല പവർഫുള്ളായിട്ടാണ് അതിൻ്റെ ആ ബ്ലേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ തെമുവിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു പോർട്ടബിൾ ബ്ലെൻഡർ ആയിരുന്നു ഇതും കിട്ടി. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരെണ്ണവും കിട്ടിയായിരുന്നു. വിത്ത് നമുക്ക് കുടിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഇത്. അപ്പം ഞാനിത് ഇത്രയും പവർഫുള്ളായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാമെന്ന് പറയാൻ കാരണം ഇത് ജസ്റ്റ് പവർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ. നല്ല അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നി. വേറെ എങ്ങും നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 3.5-4 പൗണ്ടിനെങ്ങാണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. അതുപോലെ തന്നെ വേറെ കുറച്ച്, അതായത് പിള്ളേരുടെ കുറച്ച് ഐറ്റംസ് നമുക്ക് തെമുവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു. അതായത് ഞാൻ മോള് ജനിച്ച സമയത്ത് ഞാൻ ഡ്രസ്സ് ക്ലോത്തിൻ്റെ ഏപ്രൺ അല്ലെങ്കിൽ ബിബ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോശമായിരുന്നു. കാരണം ഇച്ചിരി ഒരു പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ഐറ്റം വീഴുമ്പോഴത്തേക്കിന് നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എഗെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് സിലിക്കോൺ ടൈപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് പ്രോപ്പറായിട്ട് തന്നെ ഇതുപോലെ ഇതും എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തോന്നി. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുക്കോ അല്ലെങ്കിൽ സിർലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല യൂസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം
ആക്ച്വലി നാട്ടിൽ ഈ സാധനം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ സാധനം ആക്ച്വലി അങ്ങനെ നാട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയുള്ള സാധനം ഞാൻ ഒരുപാട് നാട്ടിൽ ഞാൻ ലീവിന് പോയപ്പം ഞാൻ തപ്പി നടന്നു, പക്ഷേ എനിക്കിത് കിട്ടിയില്ല. ആൻഡ് ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് ഏകദേശം ഇതിനകത്തൊരു 90 ml വരെ നമുക്ക് ഇത് കണ്ടോ, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറുക്കാണെങ്കിൽ അല്ലെങ്കിൽ സോളിഡ് ഫുഡ് എന്താണെങ്കിലും നല്ല പ്യൂരെ പോലെ ആക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ആക്കിയതിന് ശേഷം ഇത് കണ്ടോ നമുക്കിങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പൂണിനകത്ത് ഇങ്ങനെ വരും. നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്കിത് തോന്നി. ഇതും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി സാധനമാണ്. നമുക്കിത് വാഷ് ചെയ്യാം, നല്ല ഹോട്ട് വാട്ടറിലിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ടൊമാറ്റോപ്പിയുടെ നമുക്ക് എന്താ പറയുക ക്ലീൻ ചെയ്യാനുള്ള അതിനകത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇതൊരു ക്ലിപ്പാണ് കണ്ടോ, ഈ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇത് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഇടാം. ഷോ യു പൊടിയൊന്നും പിടിക്കത്തില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്ലൂ കളറ് ക്ലിപ്പ് വെച്ച് തന്നെ നമുക്ക് ആ പുറകുവശത്തുള്ള ഈ സ്പൂണിനെ നമുക്ക് കവർ ചെയ്ത് ഇതുപോലെ പൊടി പിടിക്കത്തില്ല, നമുക്ക് ക്ലീൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് വേറൊരു കാര്യം. വാങ്ങിച്ചത് ഞാൻ കുഞ്ഞുമോൾക്ക് എപ്പോഴും ഞാൻ പെസിഫയർ യൂസ് ചെയ്യും. പെസിഫയർ ഒരു പരിധി വരെ കൈ കുടിക്കുന്നത് ഒഴിവാക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണെങ്കിൽ പെസിഫയറിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇത് താഴെ പോകാതിരിക്കാനായിട്ട് കുഞ്ഞിൻ്റെ പെസിഫയറിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ടൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് ഡ്രസ്സേൽ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടന്നാലും അത് പിന്നെ പോകത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആൻഡ് നല്ല നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന പോലെ തന്നെ ചെറിയ കുറച്ച് പൗണ്ടേ ആകത്തുള്ളൂ. ഇതൊക്കെ പെൻസോ 1 പൗണ്ടോ 1 പൗണ്ട് താഴെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ തെമുയി ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിരുന്നു, ക്വാളിറ്റി സാധനം അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കാണും, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത സാധനം പൊളിയായിരുന്നു. അപ്പം ഈസ്റ്ററിൻ്റെ ഇപ്പോൾ ഇവിടെ സമയം നാട്ടിലെനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നിപ്പം ഇവിടെ സമയം ഒരു 1 മണി 1:30 എന്തോ ആയിട്ടുള്ളൂ, 1:30 ആയിട്ടുള്ളൂ. സോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞു ബിരിയാണിയാണ്. അപ്പം കഴിച്ചതിന് ശേഷം വേണം എനിക്കിന്ന് ഫിഷൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. സോ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ ഫുഡ് എന്താണെന്നൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആകും. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്യുവർ കോക്കനട്ട് ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടയാകും. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എൻ്റെ ഒരു കുഞ്ഞ് ഡപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡപ്പ ഞാനപ്പോൾ ഒരുപാട് ലിപ് ബാമുകൾ ട്രൈ ചെയ്തു, എനിക്കൊന്നും വലിയ പ്രയോജനമായിട്ട് തോന്നിയില്ല. സോ എനിക്ക് അത്യാവശ്യം ഒരു നാച്ചുറൽ ആയിരിക്കണമെന്നും ഒരു മനസ്സിലിതുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ലിപ്പ് എപ്പോഴും നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കണമെന്നും തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. ആർക്കെങ്കിലും കമൻറ്റിൽ പറയുകയാണെങ്കിൽ മാത്രം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. ഒരു മലപ്പുറംകാരൊരു ഫാമിലി ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനതെപ്പോഴോ എൻ്റെ ഒരു വ്ളോഗിനകത്ത് ഞാനത് ഇട്ടിട്ടുണ്ട്. ഞാനത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഞാനത് ആ ഒരു ബോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അടിപൊളി സാധനമായിരുന്നു. അപ്പം ഞാൻ അത് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് ഞാനതൊന്ന് ഇച്ചിരി ഒന്ന് എന്താ പറയുക ഓയിൽ ഇച്ചിരി ഒന്ന് മെൽറ്റാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഡപ്പ ഇതുള്ള ഞാൻ അതിനകത്ത് ഇതുപോലെ ഒഴിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പം ആ ഒരു ഓയിലാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഭയങ്കര പ്യുവറായിട്ട് അവർ എൻ്റെ ബീട്രൂട്ടോ അതുപോലെ കോക്കനട്ട് ഓയിൽ വെന്ത വെളിച്ചെണ്ണയാണ്, വെന്ത വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വെച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആ എണ്ണയാണിത്. ഇത് എൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ടിരുന്നൊരു ഡപ്പയായിരുന്നു. എന്തിൻ്റെയോ ഒരു പണ്ടങ്ങാണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു ക്ലീൻ ഡപ്പ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, ആ ഡപ്പയ്ക്കകത്ത് ഞാനിത് ഒഴിച്ച് വെച്ച് ഇതിപ്പോൾ ഇവിടെ സെറ്റായി കണ്ടോ. ഇത് എനിക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ഒന്ന് ലിപ്പ തേക്കാനോ അല്ലെങ്കിൽ സ്കിന്നിൽ തേക്കാനോ കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് മോയിസ്റ്റായിട്ടിരിക്കും. പിന്നെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ തേക്കുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം പിന്നെ എന്താ പറയുക പല കെമിക്കൽസ് നമ്മൾ തേക്കുന്നതിനേക്കാളും അത്യാവശ്യം ഗുണമായിട്ട് ഇത് തോന്നി. അപ്പം ഇത് എപ്പോഴും തീരുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ ഇത് കട്ടയാകും. ഒരു ലിപ് ബാം പോലെ തന്നെ യൂസ് ചെയ്യാം. അവർ പറയുന്നുണ്ട് നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ
ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എന്നാന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ. നല്ല അടിപൊളി ഓയിലാണ്, സൂപ്പറാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാം. വെന്ത വെളിച്ചെണ്ണയാണ്. ഞാൻ വീട്ടിൽ നിന്ന് അത് ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ ലീവിന് പോയ സമയത്ത്. ഏതാണ്ട് ഒരു 3 days കൊണ്ട് എനിക്ക് വീട്ടിലെ സംഭവം കിട്ടി. ക്യാഷ് ഡെലിവറി ആയിരുന്നു. അത് എനിക്ക് അത്രയും യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. എനിവേ, ഈസ്റ്ററിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ഫുഡൊക്കെ എന്നാന്ന് വെച്ചാൽ കാണിക്കാം. നമുക്കപ്പം ഇച്ചിരി ഗ്രേപ്പ് ജ്യൂസ് അടിക്കാമേ. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ ഇത് ആദ്യമായിട്ട് വാങ്ങുന്നത് ഈ ഒരു ബ്ലെൻഡർ. സോ ഞങ്ങളപ്പോൾ ഓർത്തു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഞങ്ങളപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്യാനാണ്. ഐ മീൻ കുറച്ചൊന്ന് അടിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ ജ്യൂസായിട്ട് വരുന്നത്, അടിപൊളിയായിട്ടിത് വരുമോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണേ. എന്ന് വെച്ച് അങ്ങനെ പൊളപ്പ സാധനമായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഉള്ള വീടുകൾ കാണും ഈ ബ്ലെൻഡർ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് തെമ്മുന്നത്, ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ചത്. പക്ഷെ അടിപൊളി സാധനമായിരുന്നു. അപ്പം ഞാൻ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു അരിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതി കുടിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈസ്റ്റർ ലഞ്ച് ഇതാണ്. ഞങ്ങളുടെ ബിരിയാണിയാണ് കേട്ടോ ഇത്. ആക്ച്വലി ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ എവ്രി വൺ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. Bye.